കാസർഗോഡ് കാഞ്ഞങ്ങാട് ആത്മഹത്യയ്ക്ക് ശ്രമിച്ച് ചികിത്സയിലായിരുന്ന കോളേജ് വിദ്യാർത്ഥിനി മരിച്ചു. പാണത്തൂർ സ്വദേശി ചൈതന്യയാണ് മരിച്ചത്. ഹോസ്റ്റൽ വാർഡൻ മാനസികമായി പീഡിപ്പിച്ചെന്നാരോപിച്ചാണ് ചൈതന്യ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. വാർഡനെതിരെ കൂടുതൽ വകുപ്പുകൾ ചുമത്തുമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. കാസർഗോഡ് നിന്ന് അരുൺ പാറയ്ക്കലാണ് ചേരുന്നത്. അരുൺ, ഗുഡ് ഈവനിങ്. ഈ വിദ്യാർത്ഥിനി ആത്മഹത്യയ്ക്ക് ശ്രമിക്കുന്നു, അതിനുശേഷം ചികിത്സയിലിരിക്കെ മരിക്കുന്നു. ഹോസ്റ്റൽ വാർഡൻ മാനസികമായി പീഡിപ്പിച്ചുവെന്നാണ് ആരോപണം. അത് ഏത് തരത്തിലായിരുന്നു? അത്രയ്ക്ക് എന്താ പറയുക, ഗുരുതരമായ രീതിയിലുള്ള പീഡനം ഈ കുട്ടി സഹിച്ചിരുന്നോ? വിവരങ്ങൾ എന്തൊക്കെയാണ്? ക്രിസ്ത്യന, ഈ കാഞ്ഞങ്ങാട് മൻസൂർ ആശുപത്രിയെ കേന്ദ്രീകരിച്ചായിരുന്നു ഈ ആരോപണം ഉയർന്നിരുന്നത്. വിദ്യാർത്ഥികളെ അവിടെ പൂട്ടിയിടുന്നു, ഒരു ജയിൽ പോലെയാണ് ഈ ഹോസ്റ്റൽ നടന്നു പോന്നിരുന്നതെന്നായിരുന്നു ആ ഘട്ടത്തിലൊക്കെ ഉയർന്നു വന്നിരുന്ന ആരോപണം. കുട്ടി 2024 ഡിസംബർ 7-ാം തീയതിയാണ് കുട്ടി ആത്മഹത്യക്ക് ശ്രമിക്കുന്നത്. അതിനുശേഷം ഉടൻ തന്നെ മംഗലാപുരത്തെ ആശുപത്രിയിലും മംഗലാപുരത്തെ കുട്ടി ചികിത്സയിലായിരുന്നു. കുട്ടി അതീവ ഗുരുതരമായ ഒരു അവസ്ഥയിലായിരുന്നു ആ ഘട്ടത്തിലൊക്കെ തന്നെ ഉണ്ടായത്. പിന്നീട് കുട്ടിയെ കണ്ണൂർ ആസ്റ്റർ മിംസ് ആശുപത്രിയിലേക്ക് എത്തിച്ചു. അവിടെ 2 ആഴ്ചയോളം കണ്ണൂർ ആസ്റ്റർ മിംസ് ആശുപത്രിയിൽ കുട്ടി ചികിത്സയിലായിരുന്നു. അവിടെ നിന്നാണ് ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്കായി മാറ്റിയത്. ഇന്നിപ്പോൾ അല്പസമയം മുൻപാണ് കുട്ടിയുടെ മരണം സ്ഥിരീകരിച്ചത്. പാണത്തൂർ സ്വദേശിയാണ് ചൈതന്യ. ഈ കാഞ്ഞങ്ങാട് മൻസൂർ ആശുപത്രിയിലെ നഴ്സിംഗ് വിദ്യാർത്ഥിയായിരുന്നു. കാഞ്ഞങ്ങാട് പാണത്തൂർ സ്വദേശിയാണ്. 20 വയസ്സാണ് കുട്ടിക്കുള്ളത്. അതീവ ഗുരുതരാവസ്ഥയിലായിരുന്നു കുട്ടിയുള്ളത്. കുട്ടിയുടെ ആരോഗ്യനില ചില ഘട്ടങ്ങളിലൊക്കെ തന്നെ മെച്ചപ്പെട്ടെങ്കിലും പിന്നീട് അത് പഴയ നിലയിലേക്ക് തന്നെ പോവുകയായിരുന്നു. എന്തായാലും അല്പസമയം മുൻപ് സങ്കടകരമായ വിവരം പുറത്തു വന്നു. കുട്ടിയുടെ മരണം സ്ഥിരീകരിച്ചു എന്നതാണ്. ഇനി പോസ്റ്റ്മോർട്ടം നടപടികൾ ഉൾപ്പെടെ പൂർത്തിയാക്കേണ്ടതുണ്ട്. അത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തന്നെയായിരിക്കും ആ നടപടികളൊക്കെ തന്നെ ഉണ്ടാവുക. അതിനുശേഷം കുട്ടിയുടെ മൃതദേഹം കാഞ്ഞങ്ങാട് പാണത്തൂരിലുള്ള കുട്ടിയുടെ വീട്ടിലേക്ക് എത്തിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇപ്പോൾ ബന്ധുക്കൾ ഉൾപ്പെടെയുള്ളവർ ഇവിടെ നിന്ന് കാസർഗോഡ് ജില്ലയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് തിരിച്ചിട്ടുണ്ട്. കുട്ടിയുടെ അമ്മ മാത്രമായിരുന്നു ഈ മരണസമയത്ത് കൂടെ ഉണ്ടായിരുന്നത്. ക്രിസ്റ്റീന. ശരി, അരുൺ പാറയ്ക്കലാണ് കാസർഗോഡ് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. എല്ലാ ദിവസവും ഒരു ആത്മഹത്യാ വാർത്തയുണ്ടാകും. എല്ലാ ദിവസവും നമ്മൾ പറയും ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല. പ്രത്യേകിച്ച് ഈ മാനസിക പീഡനം പോലെയുള്ള കാര്യങ്ങൾക്ക് ഒരു തരത്തിലും നമ്മൾ അതൊന്നും മൈൻഡ് ചെയ്യുക പോലും ചെയ്യേണ്ടാത്ത കാര്യമാണ്. പക്ഷേ ഒരു ഹോസ്റ്റലിൽ താമസിക്കുമ്പോൾ ഹോസ്റ്റൽ വാർഡിൽ നിന്ന് മാനസിക പീഡനം നേരിട്ടാൽ എന്ത് ചെയ്യും എന്ന് ചോദിച്ചാൽ ആ ഹോസ്റ്റൽ മാറാനുള്ള ശ്രമങ്ങൾ നടത്തുക, അല്ലെങ്കിൽ അതിന് ഏതെങ്കിലും തരത്തിൽ പരിഹാരം ഉണ്ടാവുമല്ലോ. നമ്മുടെയൊക്കെ വീട്ടുകാരും കൂട്ടുകാരും ഒക്കെ ഉണ്ടല്ലോ. മാത്രമല്ല, അത് മറ്റു കുട്ടികൾ ആ ഹോസ്റ്റലിൽ താമസിക്കുന്നുണ്ട്. അപ്പം ഏത് തരത്തിലാണ് എല്ലാവരും കൂടെ ചേർന്നിട്ട് ഒരു പരാതി കൊടുക്കുകയൊക്കെ ചെയ്തിരുന്നുവെങ്കിൽ അറിയില്ല ഈ കുട്ടിയുടെ ഏത് തരത്തിലാണ് മാനസിക പീഡനം ഉണ്ടായതെന്ന്. എന്തായാലും ദൗർഭാഗ്യകരമായ സംഭവമാണ്. നഷ്ടം സംഭവിച്ചത് ആ കുടുംബത്തിനാണ്.